ഈ കഴിഞ്ഞിടയ്ക്ക് കുട്ടികളുടെ ഒരു വചനപ്രഘോഷണ സമയത്ത്, ക്ലാസ് സമയത്ത് ഞാൻ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. എന്തിനാണ് ജനിച്ചതെന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിനകത്ത് പല കുട്ടികളും പല മറുപടികളാണ് പറഞ്ഞത്. ഞാൻ ഒരു കുട്ടിയുടെ നേരെ കൈ ചൂണ്ടി ഉത്തരം പറയാൻ ആവശ്യപ്പെട്ടു. ആ കുട്ടി പറഞ്ഞ ഒരു മറുപടി ഇതാണ്: മരിക്കാനാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. മരിക്കാനാണ് ജനിച്ചത്. പലപ്പോഴും പല വ്യക്തികളും ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റി. എങ്ങനെ ഇങ്ങ് ചത്താ മതി, പോയാ മതി. എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സുണ്ട്, 4 വർഷമായിട്ട് കിടക്കുക. 86 വയസ്സ് തൊട്ട് 85 വയസ്സ് തൊട്ട് ഇപ്പം കിടപ്പാ. എൻ്റെ വൈഫാണ് നോക്കുന്നത്. അപ്പൊ അമ്മ ചിലപ്പം പറയും, നല്ലൊരു മരണം ലഭിച്ചാൽ മതിയെന്ന്. നോക്കിക്കേ, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തുനിന്നും മാഞ്ഞാൽ മതി, മറഞ്ഞാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമതൊരു കുട്ടി എന്നോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: തിന്നാനാണ് ജനിച്ചതെന്നാണ് പറഞ്ഞത്. ഭക്ഷണം കഴിക്കാനാണ് ജനിച്ചത്. ഞാൻ പിന്നീടാണ് ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പം അവൻ്റെ അപ്പന് ഈ പൊറോട്ടയും ചിക്കനും നൈറ്റ് കടയിൽ ഉണ്ടാക്കുന്ന ജോലിയാ. ഈ കുട്ടി ജനിച്ചപ്പം തൊട്ടേ ഈ പൊറോട്ടയിലും ചിക്കനിലുമാണ് കഴിയുന്നത്. അവൻ്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇതെല്ലാം കഴിച്ച് ഈ കോഴിയുടെയും ഈ മൃഗത്തിൻ്റെയൊക്കെ ശരീരമായിട്ട് മനുഷ്യൻ്റെ മാറിയിരിക്കുകയാണ്. മനുഷ്യ ശരീരമല്ല ഇന്ന് പലപ്പോഴും. അവൻ്റെ ജീനുകൾ പരിശോധിച്ചാൽ മൃഗങ്ങളുടേതായിട്ടുള്ള ചില വാസനകളും അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യൻ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരം പറഞ്ഞപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ചിരിച്ചു. അത് നോക്കുമ്പോൾ ഭൗതികമായ കാര്യത്തിന് വേണ്ടിയാണ് അവൻ ജനിച്ചത്. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ജീവിക്കുക, ഇപ്പോഴത്തെ ലോകത്തിന്റെ ചില സിദ്ധാന്തങ്ങൾ തന്നെയാണ് അവൻ പറഞ്ഞത്. മൂന്നാമതൊരു കുട്ടി ഉത്തരം നൽകി. ഒരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, നന്നായി ജീവിക്കാനാണ് ജനിച്ചതെന്ന്. ഞാൻ ഈ 3 ഉത്തരവും പറഞ്ഞതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ച്, ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും?